സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 2024 നടന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 78/2024. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നു. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. 2. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയാണ്. 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ശരിയാണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു എന്നാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 നവംബർ 1 അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്ന സംഭവങ്ങൾ: 2ാം വട്ടമേശ സമ്മേളനം, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു, ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു, ബർദോളി സത്യാഗ്രഹം. ഇവ നടന്ന വർഷങ്ങളുമായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 1 സി. 1 സി ആണ്. 1931 2ാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1939. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു 1939. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1922. ബർദോളി സത്യാഗ്രഹം ഓപ്ഷൻ ബി 1928. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്ന സംഭവങ്ങൾ: ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാന്റെ ചൈന ആക്രമണം എന്നിവയാണ്. കാലഘടനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലോങ് മാർച്ച് എന്നാണ് 1934 ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം 1911 മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്നത് 1966 1976 കാലഘട്ടത്തിലാണ്. ജപ്പാന്റെ ചൈന ആക്രമണം 1937. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, ലോങ് മാർച്ച്, ജപ്പാന്റെ ചൈന ആക്രമണം, മഹത്തായ സാംസ്കാരിക വിപ്ലവം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? പ്രസ്താവനകൾ: 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു.
മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ക്വസ്റ്റ്യൻ: ഏത് പ്രസ്താവനകൾ ശരി ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതാണ്? ക്രിപ്സ് മിഷൻ 1942 ആണ്. 1942. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ തന്നിരിക്കുന്നത് കാൺപൂർ, നാനാ സാഹിബ്. രണ്ടാമത്തേൽ തന്നിരിക്കുന്നത് ഡൽഹിയിൽ ബഹദൂർ ഷാ. കാൺപൂരിൽ വിപ്ലവത്തെ നയിച്ചത് നാനാ സാഹിബാണ്. ആറയിൽ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അതുപോലെ ഡൽഹിയിലെ ബഹദൂർ ഷയാണ്. ബറൗട്ടിലെ ആരാണ് എന്നാണ് നമുക്ക് ആൻസർ വേണ്ടത്. അഞ്ചാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആറയിൽ കൻവർ സിംഗ്. ബറൗട്ടിൽ ആരാണ്? ഷാ മലാണ്. ഷാ മൽ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? പറഞ്ഞിരിക്കുന്നത് 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഈ 3 പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം തെറ്റാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്നതാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. അടുത്ത ചോദ്യം: കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞിട്ടാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബസാൾട്ട് ആണ്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ്. അപ്പോൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത പരുത്തി മണ്ണ്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് കറുത്ത പരുത്തി മണ്ണ്. ഇവ ഉണ്ടാകുന്നത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടാണ്. അടുത്തത്: താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? തന്നിരിക്കുന്നു ഓസോൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ഓപ്ഷൻ സി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം: ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ദിരാ കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. സത്ലജ് നദി. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. (2023) ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 ആണ്. 107.
ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏത്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്ത പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു ലോക വ്യാപാര സംഘടന, അവയുടെ ആസ്ഥാനങ്ങളാണ് തന്നിരിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനം വാഷിങ്ടൺ, ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ബെയ്ജിംഗ് എന്നിവ തന്നിരിക്കുന്നു. ഇതിൽ യോജിക്കാത്തത്, അതായത് തെറ്റായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. ഫിലിപ്പീൻസിൽ മനിലയാണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം. ലോക വ്യാപാര സംഘടന ജനീവ, ലോക ബാങ്ക് വാഷിങ്ടൺ, അന്താരാഷ്ട്ര നാണ്യനിധി വാഷിങ്ടൺ, ഏഷ്യൻ വികസന ബാങ്ക് മനില. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. പീച്ചി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, ശരിയാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി ആശ്രയത്വം കുറഞ്ഞു, ശരിയാണ്. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു, ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. അടുത്ത ചോദ്യം, ഭരണഘടന നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടന നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നു. ഭരണഘടന നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. 2. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ച് ആണ്. ഭരണഘടന നിർമ്മാണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ആയത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1, 3 ശരിയാണ്. ഭരണഘടന നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 ശരിയാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്ന കമ്മീഷൻ കേരളത്തിലേത്? കേരള സംസ്ഥാന ലോകായുക്ത. കേരള സംസ്ഥാന ലോകായുക്ത.
ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. കുറ്റാരോപിതന് തന്നിരിക്കുന്നു. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി. നവകേരളം കർമ്മ പദ്ധതി ഇതിൽ പെടാത്ത പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു. നവകേരള സദസ്സ്, ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരളം മിഷൻ. നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്തത് ഓപ്ഷൻ എ ആണ്, നവകേരള സദസ്സ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 3 തെറ്റാണ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര്. കർത്തവ്യപഥ് എന്നാണ്. കർത്തവ്യപഥ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് നൽകിയ പുതിയ പേരാണ് കർത്തവ്യപഥ്. 25 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ പദ്ധതി. പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി. അടുത്ത ചോദ്യം, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തന്നിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ്. പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രസ്താവന 3 തെറ്റാണ്. പ്രസ്താവന 3 തെറ്റാണ്. അടുത്ത ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തെ 28. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. തന്നിരിക്കുന്നു. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം തന്നിരിക്കുന്നു. വനം, തൊഴിലാളി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകനാണ് അറ്റോർണി ജനറൽ.
മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ ആണ്. ഓപ്ഷൻ ഡി ഡിസ്ട്രോഫിൻ. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? പിള്ളവാതത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവമാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ പരിശോധന. ഓപ്ഷൻ ബി സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി. വൈഡൽ പരിശോധന. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. CO2, CFCs, N2O ആൻഡ് CH4. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര്? പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ. ഓപ്ഷൻ ഡി സത്യനാരായണ ബേളേരിയാണ്. സത്യനാരായണ ബേളേരി. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഓപ്ഷൻ സി അലൂമിനിയമാണ്. അലൂമിനിയം. ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ധ്രുവത്താണ്. ധ്രുവ പ്രദേശങ്ങളിലാണ്. അടുത്തത് ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് ഓഗസ്റ്റ് 23, 2023. ഓഗസ്റ്റ് 23, 2023. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് ഐസോബാറുകൾ. ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് NH3. ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണം NH3. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്. ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനൈറ്റ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം പടയണി. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം. പി വത്സല. പി വത്സലയുടെ ആത്മകഥയുടെ പേരാണ് കിളിക്കാലം. വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം 7 വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം 7. 48 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 49. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത്? സമ്പർക്ക ക്രാന്തി. ഓപ്ഷൻ സി വി ഷീനിലാൽ ആണ്. വി ഷീനിലാൽ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത്? നോവൽ ആരാണ്? വി ഷീനിലാൽ. മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം എന്ന സിനിമ സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ്. റോജിൻ തോമസ്. അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. കംപ്ലീറ്റ് ദ ക്ലോസ് suitably. If I had attended the wedding, I could have met him. Identify the correctly spelled word from the following. Colleague. COLLEAGUE.
Fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. Option B, called off. Use the correct tense form. He usually dashes to office by bus. Goes. He usually goes to office by bus. Fill in the blank using the correct verb. The cutlery I bought yesterday dash quite expensive. Is. Which among the following is an adjective? Adjective. Option B, mundane. Change into passive voice. Someone has asked John to make a speech at the meeting. Option C ആണ് ഉത്തരം. John has been asked to make a speech at the meeting by someone. Pick out the word from the options which means to swear falsely. Option A, PERJURE. Choose the appropriate question tag. Let's go for a movie. Option D, shall we? Which among the following is a synonym of the word pensive? Option A, contemplative. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ, കൈയെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, നെല്ല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവപുടം വിഗ്രഹിക്കുക. പല്ലവത്തിൻ്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. പ്രാലേയം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ഓപ്ഷൻ സി, ഏണം. 78 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 79 ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി, നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ബി, കുപ്രസിദ്ധം. പോലീസ് കോൺസ്റ്റബിൾ എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് ആ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നില്ല. ഇനി മാത്സ് ചോദ്യങ്ങൾ ആൻസേഴ്സ് മാത്രം പറയാം. 51 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്തൂപിക സംഖ്യകൾ. 52 ഓപ്ഷൻ ഡി, 104. 53 ഓപ്ഷൻ ബി ആണ് ഉത്തരം, 15 ദിവസം. 54 ഓപ്ഷൻ ബി, 4. 55 ഓപ്ഷൻ ഡി, 8.5. 56 ഓപ്ഷൻ എ ആണ് ഉത്തരം. 57 ഓപ്ഷൻ സി. 58 ഓപ്ഷൻ എ. 59 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം, 87. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.